നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. സിറ്റിംഗ് എംഎൽഎ കെ പ്രേംകുമാറിനാണ് ഇത്തവണ സിപിഐഎം ആദ്യ പരിഗണന നൽകുന്നത്. പി ഹരിഗോവിന്ദന്റെ പേരിന് പുറമെ മുൻ സിപിഐഎം നേതാവ് പി കെ ശശിയുടെ പേരും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ചർച്ചയാണ്. ചലച്ചിത്ര സംവിധായകൻ മേജർ രവി എൻഡിഎ സ്ഥാനാർത്ഥി ആയിരിക്കും. കെ പ്രേംകുമാറിന് മണ്ഡലത്തിൽ സ്വീകാര്യത കുറവാണെന്നും പ്രാദേശിക പാർട്ടി കമ്മിറ്റികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇവ വാസ്തവ വിരുദ്ധമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. എംഎൽഎ എന്ന നിലയിൽ പ്രേംകുമാർ മണ്ഡലത്തിൽ സജീവമാണെന്നും പാർട്ടിയിൽ നിലവിൽ ഭിന്നതകളില്ലെന്നുമാണ് വിവരം. കോൺഗ്രസിൽ കെപിസിസി സെക്രട്ടറിയും അധ്യാപക സംഘടനാ നേതാവുമായ പി ഹരിഗോവിന്ദന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. 2021 അവസാന നിമിഷം സീറ്റ് നഷ്ടപ്പെട്ട ഹരിഗോവിന്ദന് ഇത്തവണ മുൻഗണന ലഭിച്ചേക്കാം. അതേസമയം മുൻ സിപിഐഎം നേതാവ് പി കെ ശശിയുടെ പേരും കോൺഗ്രസ് വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. മത്സരരംഗത്തിറങ്ങാനുള്ള താൽപര്യം ശശി ഇതിനകം പ്രകടിപ്പിച്ചതായും ജില്ലാ സിപിഐഎം വിമതരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ചലച്ചിത്ര സംവിധായകൻ മേജർ രവി ഒറ്റപ്പാലത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായതായാണ് വിവരം. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ സ്വീകരിച്ചു. 2016 27,000-ലധികം വോട്ടുകൾ നേടിയ എൻഡിഎ മേജർ രവിയെ പോലുള്ള പ്രമുഖർ എത്തുന്നതിലൂടെ വലിയ മുന്നേറ്റം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നു. 2006 മുതൽ സിപിഐഎം തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം. 2021 15,152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ പ്രേംകുമാർ വിജയിച്ചത്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് മണ്ഡലത്തിൽ മുൻതൂക്കം ലഭിച്ചിരുന്നു. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 8 സ്ഥാപനങ്ങളിൽ 6 LDF ഭരണം പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. CCN കടമ്പഴിപ്പുറം.